കുളത്തിൽ വീണ്. എന്നിട്ട് ഈ വഴി കൂടി പോയൊരു ചേട്ടനാണ് എന്നെ കണ്ടിട്ട് വന്നെടുത്തത്. സന്തോഷം മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ, സങ്കടങ്ങളും ഇല്ലേ. എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടമാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണത്. അപ്പോൾ നമ്മുടെ എല്ലാ സങ്കടങ്ങളും മറന്നിട്ടുള്ളൊരു പുതിയ വർഷമാകട്ടെ ഇതെന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. ഞാൻ പോയിട്ടുള്ളത് നമ്മുടെ ചുങ്കത്തെ വീടാണ് കേട്ടോ. ചുങ്കത്തെ വീടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ജനിച്ചു വളർന്ന വീട് നമ്മുടെ ഈ പുഴയുടെ അക്കരയിലാണെന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. ആ വീടാണ് ഈ വീട്. ഇവിടെ ഇപ്പോൾ ആരും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കാത്തിരിക്കാനൊന്നും ഇപ്പോൾ ഇവിടെ ആരും ഇല്ലെന്ന്. ആ വീടാണ് കേട്ടോ ഇത്. പണ്ട് ഇവിടെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ആരുമില്ല. കിയ നമ്മുടെ കൂടെയാണല്ലോ. അങ്ങനെ ഈ വീടിപ്പോൾ അടച്ചിട്ടേക്കാണ് കേട്ടോ. ഇവിടെ മുഴുവൻ കാട് കയറി കിടക്കുമായിരുന്നു. പിന്നെ നമ്മൾ പുല്ലെല്ലാം കളഞ്ഞിട്ട് റെഡിയാക്കി. ഇപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് തേങ്ങ ഇടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ നാളായി വരണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും വരൽ ഓരോ തിരക്കുകൾ കാരണം നടക്കണുണ്ടായിരുന്നില്ല കേട്ടോ. പണ്ട് അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയം ഇവിടെ എല്ലാം ചെടിയൊക്കെ ആയിരുന്നേ. അന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെടിയെല്ലാം പോയി. ഇപ്പം നമ്മളാരും ഇങ്ങോട്ട് വരാതെ ആയല്ലോ. അങ്ങനെ മൊത്തം കാട് കയറി കിടക്കുമായിരുന്നു. ഇവിടെയൊക്കെ നിറയെ കീയുടെ കുറേ വാഴകളും സംഭവങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ഈ തോടെല്ലാം ഭയങ്കര നീരൊഴുക്കുള്ള വലിയ തോടുകളായിരുന്നു കേട്ടോ. ഇപ്പം ഉപയോഗിക്കാതെ തോടൊക്കെ അടഞ്ഞെല്ലാം പോയിട്ട് വെള്ളമൊക്കെ മോശമായി. അന്നൊക്കെ ഇവിടെ കുളിക്കടവും ആൾക്കാരെല്ലാം കുളിക്കാനും എല്ലാം വരുമായിരുന്നു. വലിയ കുളമായിരുന്നു കേട്ടോ പണ്ട്. നിറയെ ഭയങ്കര ആഴമായിരുന്നേ. അന്നൊന്നും എനിക്കൊന്നും നീന്തലൊന്നും അറിയത്തില്ല. ഒരു പ്രാവശ്യം ഞാനിവിടെ വെള്ളത്തിലിറങ്ങിയപ്പോൾ ഞാൻ ഈ കുളത്തിലോട്ട് വീണു കേട്ടോ. വീണിട്ട് ആരെയും വിളിച്ചിട്ട് കേട്ടില്ല. ഞാനിങ്ങനെ പുല്ലുമ്മേ പിടിച്ച് കിടക്കുവാണേ. അപ്പം ഈ റോട്ടിലൂടെ പോയൊരു ചേട്ടനാണ് എന്നെ കണ്ടിട്ട് വലിച്ച് പൊക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ടയെല്ലാം തെറ്റി. അങ്ങനെയായിരുന്നു ഞാൻ ആ വെള്ളത്തിൽ കിടന്നിട്ടുണ്ടായിരുന്നേ. അതിൽ പിന്നെ ബാവുച്ചൻ ഇവിടെ സൈഡെല്ലാം അടച്ചു കെട്ടി. പിന്നെ കുളത്തിൽ ഇറങ്ങാണ്ടായി. വെള്ളം എടുക്കാൻ ഇറങ്ങിയിട്ടേ ഞാൻ ഈ കാല് തെറ്റിയിട്ട് ഈ കുളത്തിൽ വീണ്. എന്നിട്ട് ഈ വഴി കൂടി പോയൊരു ചേട്ടനാണ് എന്നെ കണ്ടിട്ട് വന്നെടുത്തത്. അതിന് മുന്നേ വരെ കുളത്തിലോട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീണതോടെ പേടിച്ചിട്ട് എല്ലാവരും കൂടെ അതങ്ങ് അടച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഈ വീടിൻ്റെ പുറയിലായിട്ട് മറ്റൊരു കിണറുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കണ്ണും കുഴിച്ചിട്ടുള്ളൊരു കിണറാണ്. അവൻ തമാശയൊക്കെ ഉണ്ടാക്കിയൊരു കിണറായിരുന്നെങ്കിലും നമ്മുടെ ശ്രീയുടെ പേടി സ്വപ്നമായിരുന്നു ആ കിണർ. അന്ന് പാർക്കുട്ടി ചിപ്പുക്കുട്ടനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ശ്രീ അന്ന് മൂന്നാറാണ് ജോലി ചെയ്യണേ. ശ്രീക്ക് എന്നും ടെൻഷനും പേടിയാണ് കേട്ടോ. അവസാനം ശ്രീയുടെ ടെൻഷൻ സഹിക്കാൻ വയ്യാണ്ട് അതങ്ങ് മൂടിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ നടക്കണില്ലേ, ഇവിടെയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ആ കിണറുണ്ടായിരുന്നതേ. അതെല്ലാം മൂടി. ഇപ്പം അവിടെ ഒന്നുമില്ല. അടക്കയും തേങ്ങായും എല്ലാം പെറുക്കി 2 കൊലയും ഉണ്ടായിരുന്നു. ഒരെണ്ണം കിളിയൊക്കെ കുത്തി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നാൽ പിന്നെ എനിക്ക് സങ്കടം വരും. ആ ഇരിപ്പാണ്, സങ്കടപ്പെട്ടിട്ടുള്ള ഇരിപ്പാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. പിന്നെന്തെന്നാ ഒന്നുമില്ലെങ്കിലും നമ്മുടെ സ്വന്തം വീട്ടിലിങ്ങനെ കിടക്കുമ്പം എനിക്ക് മാത്രമല്ല ആർക്കാണേലും സങ്കടമൊക്കെ ഉണ്ടാവും. എന്താ ഇതൊക്കെ എടുത്ത് വെക്കുന്നില്ലേ? ഇതാണ് കേട്ടോ കണ്ണൻ. ഇവനെന്ന് പറഞ്ഞാൽ എനിക്കും കുഞ്ഞനൊക്കെ ഞങ്ങളുടെ കുഞ്ഞനിയനാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാം കൂടെ അതെടുത്ത് വെക്കുന്നു. ഞാനതെല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്കിനി എന്തെന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇത് വോയിസ് കൊടുക്കുമ്പോൾ പോലും എനിക്ക് പറ്റണില്ല, സങ്കടം വന്നിട്ട്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ. ഓക്കെ, സീ യു.